ചൂട് 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 എവിടെ നോക്കിയാലും ഒടുക്കത്തെ ചൂടും ഒടുക്കത്തെ വെയിലും. ഈ വെയിലത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികം ദാഹിക്കും, വെള്ളം കുടിച്ചു പോകും. നോർമലി ഒരു സർവത്തോ ഒരു ഫ്രഷ് ലൈമോ ഇതൊക്കെയായിരിക്കും പറയണത്. എന്നാൽ ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചെന്ന് എഴുതിയിട്ട് നമ്മുടെ ദാഹത്തിന് ഒരു ശമനം ഉണ്ടാവില്ല. എന്നാൽ ആ കടക്കാരോട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തരുമെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. അയ്യോ ഇല്ല മോളെ, പച്ചവെള്ളത്തിന് തണുപ്പില്ല, ഐസ് ഇട്ട് തരാൻ പറ്റില്ല, തണുത്ത വെള്ളം വേണമെങ്കിൽ ബോട്ടിൽ വെള്ളം തരാമെന്ന്. അപ്പോൾ നമ്മളൊരു 20 രൂപയും കൂടെ കൊടുക്കേണ്ടി വരും. എന്താ ഇവർ നന്നാവാത്തെ? ഈ ചൂട് കാലമല്ലേ, ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് നഷ്ടം വരാൻ വേണ്ടിയിട്ടാണ്? ഈ വെള്ളത്തിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ഒട്ടുക്കത്തെ ലാഭമുള്ള ബിസിനസ്സാണ്. മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് അതൊന്ന് മാറ്റിപ്പിടിക്കുക. കട്ടൻ ചായ, പരിപ്പ് വട, പിന്നെ മറ്റേ ജോൺസൺ മാസ്റ്റർ സംഗീതം എന്നൊക്കെ പറയണ പോലെ. എന്തായാലും ഈ സീസണിൽ വെള്ളത്തിൻ്റെ പരിപാടി നടത്തുന്നവർ നന്നായിട്ട് കൊയ്യുണ്ട്. പക്ഷേ റോഡ് സൈഡിൽ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുമ്മട്ടിങ്ങ, തണ്ണിമത്തൻ, വാട്ടർമെലണില്ലേ, ഇതും നമ്മുടെ ഇവിടെ പൊട്ടുവളരി എന്ന് പറയണ മറ്റേ നീളത്തിൽ ആ സാധനമില്ലേ, ഇതും ഉണ്ടാവും. ഈ സാധനത്തിൻ്റെയൊക്കെ അവസ്ഥ ചൂട് കൊണ്ട് പൊട്ടി പഴുത്തിരിക്കുകയാണ് ഈ സാധനം. ഇത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു തണ്ണിമത്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വാടി പഴുത്ത് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് പാവം തോന്നുന്നു. ശരിക്കും തണ്ണിമത്തനൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കണതാണ് നല്ലത്. കാരണം ഈ സ്വാഭാവിക രീതിയിൽ പഴുത്ത തണ്ണിമത്തനൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടില്ല. ചൂട് കൊണ്ട് പഴുത്ത സാധനമാണ് കിട്ടുന്നത്, പഴുത്ത സാധനം.